Hello friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി Ammus Creation ചാനലിലോട്ട് സ്വാഗതം. നമ്മുടെ വീട്ടിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ടേബിൾ മാറ്റ്. നമ്മൾ ഡൈനിങ് ടേബിളിൽ യൂസ് ചെയ്യുന്ന ടേബിൾ മാറ്റ്. അപ്പോൾ അത് പല രീതിയിലുള്ളത് കിട്ടും. പ്ലാസ്റ്റിക് കിട്ടും, ജൂട്ടിന്റെ കിട്ടും, തുണിയുടെ കിട്ടും, തുണിയുടെ തന്നെ പല ക്വാളിറ്റിയുടെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ടേബിൾ മാറ്റിലെ ആണ് ഞാൻ ഇന്ന് ടേബിൾ മാറ്റ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ടേബിൾ മാറ്റ് യൂഷ്വലി തുണിയുടെ വരുമ്പം പ്ലെയിൻ ആയിട്ടുള്ളതാണ് വരുന്നത്. പ്രിൻറ്റഡ് ആയിട്ടുള്ള ടേബിൾ മാറ്റ് തുണിയുടെ വളരെ റെയർ ആയിട്ടാണ് നമുക്ക് കാണാൻ കിട്ടുന്നത്. അപ്പോൾ ഈ പ്ലെയിൻ ആയിട്ടുള്ള തുണിയുടെ ടേബിൾ മാറ്റിനെ എങ്ങനെ നമുക്കൊരു അടിപൊളിയാക്കി എടുക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ള എംബ്രോയ്ഡറി, വലിയ ഒത്തിരിയുള്ള എംബ്രോയ്ഡറി ചെയ്തിട്ടും കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ടേബിൾ മാറ്റിൽ യൂസ് ചെയ്യുമ്പം എന്തെങ്കിലും വീണാൽ അത് പ്രശ്നമാകും. അപ്പോൾ ഒത്തിരിയില്ല, സിമ്പിളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഡിസൈൻസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ജാനുവരി 1-ാം തീയതി ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി സ്കിൽ കോൺടെസ്റ്റിനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് മെയിൽ ചെയ്യുക. ഇപ്പോൾ കുറേ പേര് എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, അവർക്കൊക്കെ റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ജാനുവരി 1 സ്കിൽ കോൺടെസ്റ്റിനെ പറ്റി കാണാത്തവരുണ്ടെങ്കിൽ മെയിലിൽ കാർഡിൽ അതിൻ്റെ ലിങ്ക് വരുന്നുണ്ടാവും. അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത് കയറിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് എങ്ങോട്ടാണ് മെയിൽ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ മെയിൽ ഐ ഡിയിലോട്ട് എത്രയും പെട്ടെന്ന് മെയിൽ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് മെയിൽ ചെയ്താലാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് മെയിൽ ചെയ്താലാണ് ആ കോൺടെസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം. എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ മാറ്റ്. ഇതിൻ്റെ സെൻറ്റർ വൈറ്റും സൈഡിൽ ഒരു റെഡിഷ് മെറൂൺ കളറിലുള്ള ഒരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല കട്ടിയുള്ള ഒരു ക്ലോത്താണ്, ടേബിൾ മാറ്റ് ആണ്. ഇതിലത്തെ 6 ചെയർ ടേബിൾ മാറ്റ് ഉണ്ട്. അതിന് 200 റുപ്പീസിനാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇത് പ്ലെയിൻ ആയതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഒരു ഡിസൈൻ കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗി കൂട്ടാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡിസൈൻ വരയ്ക്കേണ്ടതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു ഡിസൈനാണ്, ഇങ്ങനത്തെ ഈ ഒരു ഡിസൈൻ ബോർഡറിൽ ഈ ഒരു കോർണറിലാട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോർണറിലും ഈ ഒരു സൈഡിലും ആയിട്ടാണ് ഇങ്ങനെ എൽ ഷേപ്പിലാണ് ഡിസൈൻ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കോർണറിൽ ഡിസൈൻ വരയ്ക്കാം. അപ്പോൾ നമുക്ക് എന്തോരം കയറ്റിയാൽ വേണ്ടേ എന്ന് വെച്ചാൽ ആ ഒരു സൈഡിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു പോർഷനിൽ ഇത്രയും ഒരു വിടവ് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്യണത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഈ ഡിസൈൻ എവിടെയാണ് വേണ്ടതെന്ന് വെച്ച് നമ്മൾ വെക്കുകയാണ്. നല്ലോണം സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വെക്കുക. ഇതിൻ്റെ അകത്ത് വൈറ്റ് ആയതുകൊണ്ട് യെല്ലോ അതല്ല എന്നുണ്ടെങ്കിൽ ബ്ലാക്ക്, ബ്ലൂ ഏത് കാർബൺ പേപ്പർ വേണമെങ്കിലും, വൈറ്റ് അല്ലാത്ത ഏത് കാർബൺ പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഞാനിവിടെ യെല്ലോ കാർബൺ പേപ്പറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പൊസിഷൻ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ഡിസൈൻ മാറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പേപ്പറിൽ നല്ലോണം മുറുക്കെ പിടിച്ചിട്ട് പയ്യെ പൊക്കി ഞാനിവിടെ യെല്ലോ കാർബൺ പേപ്പറാണ്, അത് നമുക്ക് താഴത്തോട്ട് വെക്കാം. ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഡിസൈൻ നല്ലോണം വരയ്ക്കാം. ഇത്തിരി പ്രസ് ചെയ്ത് വരയ്ക്കുക. നല്ല കട്ടിയുള്ള തുണി ആയതുകൊണ്ട് ഡിസൈൻ വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നല്ല മുറുക്കെ തന്നെ ഡിസൈൻ വരച്ചു കൊടുക്കുക. ബ്ലാക്ക് പേപ്പറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലൂവോ കാർബൺ പേപ്പറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലൈൻസൊക്കെ കൃത്യം ആ ഡിസൈൻ പോലെ തന്നെ വരയ്ക്കുക. അതിൽ കൂടുതലോ കുറവോ തെറ്റ് വരാണ്ട് വരയ്ക്കുക. എന്ന് വെച്ചാൽ നമ്മൾ തയ്ച്ച് വരുമ്പം ആ മാർക്ക് വരും. ബ്ലാക്ക് ആയാലും ബ്ലൂ ആയാലും യെല്ലോ ആകുമ്പോൾ അത്രയും എടുത്ത് നിൽക്കത്തില്ല. ബ്ലാക്കോ ബ്ലൂ ആണെങ്കിൽ എടുത്ത് കാണിക്കും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, പിന്നെ അത് കഴുകേണ്ട വരും. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലത്തെ ഡിസൈൻ വരച്ചു, അതുപോലെ തന്നെ ഈ ഒരു സൈഡും കൂടെ ഈ സെയിം ഡിസൈൻ ഇങ്ങോട്ടും കൂടെ നമ്മൾ വരയ്ക്കണം. അപ്പോൾ അത് വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കാർബൺ പേപ്പർ വെച്ചിട്ട് 2 സൈഡിലും ഡിസൈൻ വരച്ചിട്ടുണ്ട്. പക്ഷെ അത് അത്രയ്ക്ക് തെളിഞ്ഞ് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഈ പെൻസിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക. ഇതുവരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ അതുപോലെ ഒന്ന് പയ്യെ ലൈറ്റായിട്ട് വരച്ചാൽ മതി. നമ്മൾ ലൈറ്റ് ത്രെഡാണ് യൂസ് ചെയ്യണമെങ്കിൽ അത്ര ത്രെഡിൽ കയറി പിടിക്കുകയില്ല പെൻസിലിൻ്റേത്. അതുപോലെ ലൈറ്റായിട്ട് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഡിസൈൻ ഒന്ന് പെൻസിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് വരച്ചിട്ടുണ്ട്.
ഇത് തുണിക്ക് നല്ല കട്ടിയുള്ളതുകൊണ്ട് നമുക്ക് ഫ്രെയിം ഇടാൻ പറ്റത്തില്ല. ഫ്രെയിം ഇല്ലാണ്ട് തന്നെ നമുക്ക് തയ്ക്കണം. അപ്പം ഞാനിവിടെ ഗ്രീൻ കളർ ത്രെഡ്, ആങ്കറിൻ്റെ കളർ കോഡ് പറയുകയാണെങ്കിൽ 228 ആണ് എടുത്തേക്കുന്നത്. അതിലത്തെ 3 strands ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റെമ്മാണ് തയ്ക്കുന്നത്. സ്റ്റെം ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. കട്ടിയുള്ള തുണി ആയതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും തയ്ക്കാനായിട്ട്, പൊക്കിയെടുക്കാനും താത്താനും ഒക്കെ ആയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് തയ്ക്കുമ്പോൾ ഒത്തിരി ഡിസ്റ്റൻസ് ഉള്ള ഇതെടുക്കാണ്ട് കുഞ്ഞു കുഞ്ഞു ഡിസ്റ്റൻസിൽ തയ്ക്കുക. ഇങ്ങനെ തടിച്ചിരിക്കുന്ന, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തടിച്ചിരിക്കുന്ന ഇതുണ്ട് തുണിയിൽ. അതുകൊണ്ട് ഈ ജൂട്ടിൻ്റെയൊക്കെ മെറ്റീരിയൽ കാണുന്നവരെ ഇടയ്ക്കിടയ്ക്ക് തടിച്ചിരിക്കുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് സൂചി കുത്തിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള ടിപ്പുള്ള നീഡിലെടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ഇപ്പം തയ്ച്ചാണ് നമ്മൾ ഈ സ്റ്റെം മുഴുവൻ തയ്ക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വളഞ്ഞൊരു സ്റ്റെമ്മും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് നമുക്ക് തയ്ച്ച് തുടങ്ങാം. ഇങ്ങനെ ഈ പോർഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരിക. എന്നിട്ട് ഈ ഒരു സൈഡ് ഇവിടം വരെ തയ്ച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല, നമ്മൾ മാറ്റൊന്നും ആരും മറിച്ചിട്ട് നോക്കുകയൊന്നുമില്ല. അതുകൊണ്ട് ഇത്തിരിയൊക്കെ ത്രെഡ് വലിഞ്ഞാലും കുഴപ്പമില്ല. ഇതിപ്പോൾ 3 strandsന് പകരം 6 strands യൂസ് ചെയ്ത് തയ്ച്ചാലും കുഴപ്പമില്ല. നല്ലോണം തടിച്ചിരുന്നോളും, കാണാൻ ഭംഗിയായിരിക്കും. അപ്പം ഞാനിവിടെ 3 strands യൂസ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കട്ടിയുള്ള മെറ്റീരിയലിൽ നമ്മൾ ഈസിയുള്ള സ്റ്റിച്ചസ് തയ്ക്കാൻ പോകുന്നതായിരിക്കും നല്ലത്. ഒത്തിരി ഡിഫിക്കൽട്ടായിട്ട് ഉള്ള സ്റ്റിച്ചസ് ഇവിടെ ഇപ്പം ഈ ഇങ്ങനത്തെ കട്ടിയുള്ള തുണിയിൽ ഫോർ എക്സാമ്പിൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എടുക്കണമെങ്കിൽ, ഇങ്ങനെ കുത്തി എടുക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ബ്ലാങ്കറ്റ് സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച് ഒക്കെ ഇങ്ങനെ കുത്തി എടുക്കണതല്ലേ. അപ്പോൾ അതൊക്കെ തയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് 2 സൈഡിലുള്ള ഡിസൈനിൽ ഫുൾ സ്റ്റെമ്മും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് തയ്ച്ച് തീർക്കാം. ഇപ്പം നമ്മൾ സ്റ്റെം ബാക്ക് സ്റ്റിച്ച് വെച്ച് 2 സൈഡിലും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലീവ്സ് തയ്ക്കാം. ലീവ്സ് തയ്ക്കാനായിട്ട് സെയിം കളർ ത്രെഡ് തന്നെയാണ്, 6 strands ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ലീഫ് തയ്ച്ച് തുടങ്ങാം. ലീഫ് തയ്ക്കാൻ ഞാൻ 6 strands ആങ്കറിൻ്റെ ത്രെഡ്, സെയിം കളർ 228 തന്നെയാണ് ആങ്കറിൻ്റെ കോഡ്. ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഞാൻ സാറ്റിൻ സ്റ്റിച്ചാണ് തയ്ക്കുന്നത് ലീഫ് തയ്ക്കാനായിട്ട്. ആദ്യം സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് സൈഡിൽ 2 സൈഡിലും ഓരോന്ന് തയ്ക്കുന്നു. ഒരേ വട്ടം കുത്തിയെടുത്ത് താത്തുവാണ്. അങ്ങനെ 3 വട്ടമാണ് ലൈൻസ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലീഫ് ആക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഒരു ലീഫ് തയ്ച്ച്. ഇനി നേരെ ഇങ്ങോട്ടേക്ക് ഞാൻ ത്രെഡ് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. അടിയിൽ കെട്ടിയിട്ട് പോണില്ല, നേരെ തന്നെ വലിക്കുകയാണ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യത്തെ സെൻറ്ററിൻ്റെ ലെങ്ത്ത് മാത്രമേ ഇത്തിരി കൂടുതലായിരിക്കും. അതിൽ നിന്ന് തൊട്ട് താഴെ തന്നെ, ഒത്തിരി താത്തിയുണ്ട, കുറച്ച് താഴെ തന്നെ എടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാ ലീഫും ഇതുപോലെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലീവ്സ് എല്ലാം സാറ്റിൻ സ്റ്റിച്ച് വെച്ച് തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലവേഴ്സാണ് തയ്ക്കേണ്ടത്. ഫ്ലവേഴ്സിന് ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ബോർഡർ മെറൂൺ കളർ, റെഡിഷ് മെറൂൺ കളർ ഉള്ളത് കൊണ്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഫ്ലവറിൻ്റെ കളർ എടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു മൾട്ടി കളർ ത്രെഡാണ്, ആങ്കറിൻ്റെ ത്രെഡാണ്. അതിൻ്റെ കോഡ് 1206 ആണ് കോഡ്. അപ്പോൾ അത് 6 strands വെച്ചിട്ട് തന്നെയാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ ഈ പെറ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ ഞാൻ ലെങ്ത്ത് എടുത്തിട്ട് ഇവിടെ ഞാൻ സാറ്റിൻ സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വീണ്ടും തൊട്ടടുത്തുനിന്ന് തന്നെ സെയിം ഹൈറ്റിൽ, സെയിം ലെങ്ത്ത് ഒന്നും കുറയ്ക്കുന്നില്ല, സെയിം ഇതിൽ തന്നെ അവിടെ നിന്ന് തന്നെ ഞാൻ എടുക്കുകയാണ്. ഇവിടെ നിന്ന് സെയിം പോയിന്റിലോട്ട് തന്നെ ഞാൻ താത്തുന്നു. അങ്ങനെയാണ് ഒരു പെറ്റിൽ ഞാൻ തയ്ക്കുന്നത്. അപ്പം അടുത്ത പെറ്റിൽ നമ്മൾ ഇതുപോലെ തന്നെ തയ്ക്കുകയാണ്. ഒരേ പെറ്റലിനും 2 വട്ടം നമ്മൾ 2 വട്ടം ഇതുപോലത്തെ ലൈൻസ് തയ്ക്കുകയാണ്.
നമ്മൾ ഒരു ഫ്ലവർ തയ്ച്ചു. ഇത് ഫുൾ ഫ്ലവർ ഇല്ല, ഹാഫ് ഫ്ലവറേ ഉള്ളൂ. ഈ ബാക്ക് അതുപോലെ അവിടെ നിന്ന് നമ്മൾ അടുത്ത ഫ്ലവറിലോട്ട് പോവുകയാണ്. ഇത് ഫുള്ളായിട്ടുള്ള ഒരു ഫ്ലവറാണ്. അപ്പോൾ തൊട്ടടുത്തടുത്ത് ഫ്ലവേഴ്സ് ആയതുകൊണ്ട് ഒത്തിരി അകലെ അല്ലാത്തതുകൊണ്ട് നമുക്ക് അടിയിൽ കൂടെ തന്നെ വലിക്കാം. ഓരോ ഫ്ലവറും കഴിഞ്ഞിട്ട് കെട്ടിടേണ്ട ആവശ്യമില്ല. ഇതുപോലെ അപ്പോൾ നമുക്ക് എല്ലാ ഫ്ലവേഴ്സും തയ്ച്ചിട്ട് അവസാനം കാണാം. അപ്പം നമ്മൾ ഫ്ലവറിൻ്റെ പെറ്റൽസ് എല്ലാം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നടുക്ക് ഒരു ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് ഞാൻ യെല്ലോ കളർ ത്രെഡാണ് എടുത്തേക്കുന്നത്. അതും 6 strands ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ 2 വട്ടം ചുറ്റിയിട്ടാണ് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. ഒരു വട്ടം മതി എന്നുണ്ടെങ്കിൽ ഒരു വട്ടം ചെയ്താലും കുഴപ്പമില്ല. ഇനി അടുത്തത് ഇങ്ങോട്ടേക്ക് ഞാൻ പാസ് ചെയ്യണ ത്രെഡ്. ഒരു വട്ടം ചുറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു വട്ടം ചെയ്യുന്നതും 2 വട്ടം ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ്. കുറച്ചുകൂടെ നല്ലോണം എടുത്ത് നിൽക്കുന്നുണ്ട്. അത്ര എടുത്ത് വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു വട്ടം ചുറ്റിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി ഫ്രഞ്ച് നോട്ട്സ്. ഇതുപോലെ തന്നെ നമുക്കും ഈ ഫ്രഞ്ച് നോട്ടും ഫുള്ളും അടിയിൽ കൂടെ വലിച്ച് തന്നെയാണ് ചെയ്യുന്നത്. കെട്ടിടുന്നില്ല, അടിയിൽ കൂടെ വലിച്ച് തന്നെയാണ് ഓരോ ഫ്ലവേഴ്സിലോട്ടും പോകുന്നത്. ഈ ഒരു യെല്ലോ, മെറൂൺ ഇടയ്ക്കുണ്ട്, റെഡ് കളറുണ്ട്, ഗ്രീനും എല്ലാം കൂടെ വരുമ്പം നല്ലൊരു സിമ്പിളുമാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട് മാറ്റ്. അപ്പം നമുക്കിതെല്ലാം മുഴുവൻ തയ്ച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം എങ്ങനെ വരും എന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ടേബിൾ മാറ്റ് എല്ലാം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കളർ കോമ്പിനേഷൻ, ഡബിൾ കളർ ആങ്കറിൻ്റെ മൾട്ടി കളർ ത്രെഡും ആ യെല്ലോ കളറും ഗ്രീൻ കളറും കൂടെ ആ വൈറ്റിൽ വന്നപ്പോൾ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേബിളിലിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ടേബിളിലിട്ട് നിങ്ങളെല്ലാവരും കണ്ടല്ലോ നല്ല ഭംഗിയിൽ കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ഡിസൈൻ ആയതുകൊണ്ട് എല്ലാവർക്കും തയ്ക്കാൻ പറ്റിയൊരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.